ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ളാല്ലുൻ മുദില്ലുമായ ഈ മനുഷ്യനല്ലാതെ ലോകത്ത് ആരെങ്കിലും അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ ചെയ്ത പ്രവർത്തനം എതിർത്തിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രുക്കളാണ് വഹാബികൾ. ആ വിഷയത്തിൽ ഒരു കടുകുമണി പോലും സംശയം വേണ്ട. നിസ്കാരം കൊണ്ടും നോമ്പ് അതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നാളെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ഒരാളും വിചാരിക്കണ്ട. വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്യുന്ന വഹാബി മതക്കാർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവരുടെ വിഘടനവാദങ്ങളും വിശുദ്ധ ഇസ്ലാമിനെതിരിൽ അവർ തൊടുത്തുവിടുന്ന അമ്പുകൾക്ക് മറുപടി പറയാതെ ഒരിക്കലും ഒരു പണ്ഡിതൻ്റെ ധർമ്മം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല. ലോകത്തുള്ള എല്ലാ പുത്തനാശയക്കാരും നേതാവായി അംഗീകരിക്കുന്ന, അവരുടെ വാക്ക് ഒരിക്കലും തെറ്റായി ചിത്രീകരിക്കാൻ പോലും പാടില്ല എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു നേതാവാണ് ഇബ്നു തൈമിയ്യ. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ചരമമടഞ്ഞ ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി. ആ ഇബ്നു തൈമിയ്യയെ ലോകത്തുള്ള എല്ലാ പുത്തനാശയക്കാരും അംഗീകരിക്കുന്നു. KNM-ഉം വിസ്ഡമും ചേകന്നൂരികൾ, തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ എന്തൊക്കെ വാദങ്ങളാണ് ഈ ലോകത്ത് വാദിച്ചു പോയിട്ടുള്ളത്, മഅാദല്ലാഹ്. ആ ഇബ്നു തൈമിയ്യക്ക് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും ഇബ്നു തൈമിയ്യക്ക് വ്യക്തമായി കൊണ്ട് മറുപടി കൊടുത്തതായി കാണാം. ആ ഇബ്നു തൈമിയ്യയുടെ വാല് പിടിച്ചുകൊണ്ടാണ്, ആ ഇബ്നു തൈമിയ്യയുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന വഹാബികൾ, ബിദ്അത്തുകാരുടെ നേതാവായ ഇബ്നു തൈമിയ്യ ഏത് ശൈലി സ്വീകരിച്ചോ അതേ ശൈലി തന്നെയാണ് ഇക്കാലഘട്ടത്തുള്ള വഹാബികളും സ്വീകരിക്കുന്നത്. സ്വഹാബാക്കളെ താറടിച്ച് പറയുക, കുറ്റപ്പെടുത്തുക. സ്വഹാബാക്കളെ കുറ്റപ്പെടുത്തുന്നവൻ എന്ത് മുസ്ലിമാണ്? റളിയല്ലാഹു അൻഹും വറളു അൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം, ഇൻഷാ അല്ലാഹ് ഇതിനോട് തുടർന്നുകൊണ്ട് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യൻ, ളാല്ലുൻ മുദില്ലുമായ ആ മനുഷ്യൻ മഹത്തുക്കളായ സ്വഹാബാക്കളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, അത് അയാളുടെ കിതാബിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി വഹാബീസത്തിൽ പെട്ടുപോയ മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് മജ്മൂഉ ഫതാവ. ആ മജ്മൂഉ ഫതാവയുടെ 1-ാമത്തെ വോള്യം 280-ാമത്തെ പേജിൽ ആ ഇബ്നു തൈമിയ്യ ഒരു വിഷയം ആദ്യം കൊണ്ടുവരികയാണ്. വലിയ ഒരു തെറ്റ്. ആരെ വാദപ്രകാരം? ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാദപ്രകാരം വലിയ ഒരു തെറ്റ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ, സ്വഹീഹുൽ ബുഖാരിയിൽ മനാഖിബ് ബാബ് അധ്യായമിട്ട മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ലോകത്തുള്ള എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും ഇമാമിങ്ങൾ മഹത്വം പറഞ്ഞ നേതാവാണ്. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ്. മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ബിദ്അത്തുകാരൻ ആദ്യം അയാളുടെ കിതാബിൽ അവതരിപ്പിക്കുന്നത് സ്ക്രീനിൽ കാണാം. ഞാൻ വായിച്ചർത്ഥം വെക്കാം. വകദാലിക ഇബ്നു ഉമർ, അങ്ങനെ തന്നെ ഇബ്നു ഉമർ തങ്ങൾ കാന യതഹറ അൻ യസീറ മവാളിഅ സയ്യിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്ത വലിയ തെറ്റ് നോക്കണം കേട്ടോ. ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന സ്ഥലങ്ങളിലൂടെ നടക്കുമായിരുന്നു. വയൻസില മവാളിഅ മൻസിലിഹി, നബി തങ്ങൾ എവിടെയൊക്കെയാണോ വിശ്രമിക്കുവാൻ വേണ്ടി ഇറങ്ങിയത് ആ സ്ഥലങ്ങളിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളും ഇറങ്ങുമായിരുന്നു. വലിയ തെറ്റാണ്. വയതവല്ല ഫി സഫരി ഹൈസു റആഹു യതവല്ലഉ,
യാത്രാമധ്യേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ വെച്ചിട്ടാണോ ഉളു എടുത്തത് അവിടെ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു ഉളു എടുക്കുമായിരുന്നു. വയസുബ്ബ ഫളല മാഇഹി അലാ ഷജറത്തിൻ സബ്ബ അലൈഹാ, ഒരു മരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാമധ്യേ വെള്ളമൊഴിച്ചു കൊടുത്തു. ആ മരം എത്തുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ തൻ്റെ ഉളുഇന്റെ ബാക്കി വരുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. വനഹ്വി ദാലിക മിമ്മസ്തഹബ്ബഹു ത്വായിഫത്തു മിനൽ ഉലമാഇ, ഇതുപോലത്തെ പ്രവർത്തനം ചില പണ്ഡിതന്മാരത് സുന്നത്താക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാക്ക് കൂട്ടി കൊടുത്തിട്ടാം. മിമ്മസ്തഹബ്ബഹു ത്വായിഫത്തു മിനൽ ഉലമാഇ, ചില പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സ്വഹാബാക്കൾ. അപ്പോൾ ചില സ്വഹാബാക്കൾ ഇത് സുന്നത്താന്ന് പറഞ്ഞു, വറഔഹു മുസ്തഹബ്ബ, അവരത് സുന്നത്തായിട്ട് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യമാണ് ആര് ചെയ്തത്? അബ്ദുല്ലാഹ് ബിൻ ഉമർ. എന്നിട്ട് മൂപ്പര വക, അത് മൂപ്പര വിവരക്കേടാണ്, ജഹാലത്താണ്, അത് തെളിവ് ഞാൻ കൊണ്ടുവരാം. വലം യസ്തഹിബ്ബ ദാലിക ജുംഹൂറുൽ ഉലമാഇ, പക്ഷേ മിക്ക പണ്ഡിതന്മാരും അത് സുന്നത്താക്കിയിട്ടില്ല. കമാലം യസ്തഹിബ്ബഹു വലം യഫ്അൽഹു അകാബിറു സ്വഹാബതി കഅബീ ബക്കറിൻ വഉമർ വഉസ്മാൻ വഅലി വബിൻ മസ്ഊദ് വമുആദ് ബിൻ ജബൽ വഗൈരിഹിം എന്നീ ബാക്കിയുള്ള സ്വഹാബാക്കളുടെ പേര് കിട്ടിയില്ലേ? ഇവരെ പോലുള്ള ഉന്നതന്മാരായ സ്വഹാബാക്കൾ അതൊന്നും ചെയ്തിട്ടില്ല, അത് സുന്നത്താക്കി പ്രഖ്യാപിച്ചിട്ടില്ല. വേറെ ചില സ്വഹാബാക്കൾ സുന്നത്താക്കി. ഇവരെന്താ ഈ ഇബ്നു തൈമിയ്യ സ്വഹാബാക്കൾക്കിടയിൽ തഫ്രീഖത്ത് ഉണ്ടാക്കുകയാണോ, തർക്കമുണ്ടാക്കുകയാണ്? ഇബ്നു തൈമിയ്യ ചില സ്വഹാബത്ത് സുന്നത്താക്കി, ഇവരൊന്നും സുന്നത്താക്കിയിട്ടില്ല. എന്നിട്ടോ ലം യഫ്അലു മിസ്ല മാ ഫഅല ഇബ്നു ഉമർ, ഇബ്നു ഉമർ തങ്ങൾ ചെയ്തതുപോലെ ഇവരൊന്നും ചെയ്തിട്ടില്ല. വലൗ റഅൗഹു മുസ്തഹബ്ബൻ ലഫഅലൂഹു, സുന്നത്താന്ന വാദമുണ്ടെങ്കിൽ ഇവരും ചെയ്യുമായിരുന്നില്ലേ? കമാ കാനു യതഹറൗന മുതാബഅതഹു വൽ ഇഖ്തിദാ ബിഹി, റസൂലുള്ളാഹിനോടുള്ള പിന്തുടർച്ചയും റസൂലുള്ളാഹിനുള്ള മുതാബഅത്തും അവർ ശ്രദ്ധിച്ചതുപോലെ മുൻഗാമികളായ സ്വഹാബത്തും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇയാൾ ഈ ഇബാറത്തിലൂടെ വരുത്തി തീർക്കുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ഈ പറയപ്പെട്ട സ്വഹാബാക്കളോട് എതിരാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ വേറെ, ഇവർ വേറെ. കൂട്ടത്തിൽ ചില ആൾക്കാർ സുന്നത്താണെന്ന്, വിവരക്കേടാണ് മൗലവി, പോട്ടെ. ഇതിൽ തന്നെ ഒരു അദബ് സൂഉൽ മഹത്തുക്കളായ വിവരമില്ലെങ്കിൽ എന്തിനാണ് കിതാബ് എഴുതാൻ നിൽക്കുന്നത് ഇബ്നു തൈമിയ്യ? ഇനി അതിൻ്റെ താഴെ, അതാണ് ഗൗരവമായ വിഷയം, അതിൻ്റെ താഴെ മൂപ്പര് ഈ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നതായി കാണാം. തഖ്സീസു ദാരിക്കൽ മക്കാനി, ചെയ്ത തെറ്റെന്താ? മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുന്നു, മുത്തുനബി ഉളു എടുത്ത സ്ഥലത്ത് പോയിട്ട് ഉളു എടുക്കുന്നു, മുത്തുനബി നടന്ന സ്ഥലത്തൂടെ നടക്കുന്നു. അതാണ് വലിയ ചെയ്ത ഭയങ്കര തെറ്റിട്ടോ. എന്നിട്ട് മൂപ്പര് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളിനെ ജൂതനാക്കുന്ന ഇബാറത്ത് കേട്ടോ. ഇബ്നു തൈമിയ്യ അബ്ദുല്ലാഹി ബിൻ ഉമറിനെ ജൂതനാക്കുന്നു. നാളെ മഹ്ശറിൽ എത്തുമ്പോൾ, വഹാബികളെ, നിങ്ങൾ ഇബ്നു തൈമിയ്യയെ താങ്ങി നടക്കുന്ന വഹാബികളെ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ട്, അബ്ദുല്ലാഹി ബിൻ ഉമർ ഉണ്ട്, മഹത്തുക്കളായ സ്വഹാബാക്കൾ ഉണ്ട്. അവരെ മുന്നിൽ നിങ്ങൾ എത്തുമോ, നിങ്ങൾ നിൽക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. പറയട്ടെ, തഖ്സീസു ദാലിക്കൽ മക്കാനി ബിസ്വലാത്തി, മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് വീണ്ടും നിസ്കാരം കൊണ്ട് പ്രത്യേകമാക്കുക എന്നുള്ളത് മിൻ ബിദഇ അഹ്ലിൽ കിതാബി, സ്ക്രീനിൽ നോക്ക്, മിൻ ബിദഇ അഹ്ലിൽ കിതാബി, ജൂതന്മാരുടെ ബിദ്അത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ബിദ്അത്ത് ചെയ്ത ആളാരാ? അബ്ദുല്ലാഹി ബിൻ ഉമർ. അപ്പോൾ മുബ്തദി ആരാ? അബ്ദുല്ലാഹി ബിൻ ഉമർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയട്ടെ, അല്ലത്തി എങ്ങനത്തെ ബിദ്അത്തുകളാണ്? ഹലകൂ ബിഹാ, ആ ബിദ്അത്തുകൾ ചെയ്തതുകൊണ്ടാണ് ജൂതന്മാർ നശിച്ചു പോയത്. വനഹൽ മുസ്ലിമീന അനി തശബ്ബുഹി ബിഹിം ഫീ ദാലിക, മുസ്ലിമീങ്ങളോട് ആ രൂപത്തിൽ ജൂതന്മാരോട് സാമ്യപ്പെടുന്നതിനെ തൊട്ട് മുത്തുനബി വിരോധിച്ചിട്ടുമുണ്ട്. എന്നിട്ട് അവസാനം ഇബ്നു തൈമിയ്യ തൻ്റെ മജ്മൂഇൻ്റെ 1-ാമത്തെ വോള്യം 280-ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഫഫാഇലു ദാലിക, അത് ചെയ്ത ആൾ ആരാണത്? ഫഫാഇലു ദാലിക, മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിച്ച ആൾ, മുത്തുനബി നടന്ന സ്ഥലത്ത് നടക്കുന്ന ആൾ, മുത്തുനബി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾ, മുതശബ്ബിഹും ബിന്നബിയ്യി ഫിസ്സൂറ, രൂപം പ്രത്യക്ഷത്തിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാമ്യതയുള്ള ആളാണ്. പക്ഷേ മുതശബ്ബിഹും ബിൽ യഹൂദി വൻ നസ്വാറ, ജൂതന്മാരോടും ക്രൈസ്തവരോടും സാമ്യത ഉള്ള ആളാണ്. മുതശബ്ബിഹ് എന്നുള്ളത് ഇസ്മു ഫാഇലാണ്.
അത് അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുതശബ്ബിഹുൻ ബിൽ യഹൂദി വൻ നസാറ, ക്രൈസ്തവരോടും ജൂതന്മാരോടും സാമ്യമുള്ള ആളാണ്. ഫിൽ ഖസ്ദില്ലദി ഹുവ അമലുൽ ഖൽബി, ഹൃദയത്തിന്റെ പ്രവർത്തനമാകുന്ന നിയ്യത്ത്. ആ നിയ്യത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്ന് പറയുന്ന ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി, മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി, ജൂതന്മാരെ പോലെയാണ്, ക്രൈസ്തവരെ പോലെയാകുന്നു. നിങ്ങളാണോ ഞങ്ങളെ ജൂതന്മാരോട് തുലനപ്പെടുത്തുന്നതിന് അത്ഭുതമുള്ളത്? അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളെ ജൂതനാക്കിയില്ലേ? അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളെ ക്രൈസ്തവനാക്കിയില്ലേ? ഇത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ കുഫ്ർ എന്ന് തന്നെ ഈ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ട് അബ്ദുല്ലാഹ് ബിൻ ഉമർ കാഫിറാക്കിയില്ലേ? ഇനി ഒരു കാര്യം പറയട്ടെ, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ളാല്ലുൻ മുദില്ലുമായ ഈ മനുഷ്യനല്ലാതെ ലോകത്ത് ആരെങ്കിലും അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ ചെയ്ത പ്രവർത്തനം എതിർത്തിട്ടുണ്ടോ? ഇബ്നു തൈമിയ്യയെ അംഗീകരിക്കുന്ന ലോകത്തുള്ള ഏതെങ്കിലും വഹാബികൾക്ക് എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. 2-3 ഇബാറത്തുകൾ മാത്രം ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു തൻ്റെ അത്തംഹീദ് എന്ന ഗ്രന്ഥത്തിന്റെ 5-ാമത്തെ വോള്യം 119-ാമത്തെ പേജിൽ കാണാം. ഈ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളുടെ സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് പറയുന്നു, വഹാദാ ഗായത്തുൻ ഫിൽ ഇഖ്തിദാഇ വതഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റുള്ള പിൻപറ്റലാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ ചെയ്തതെന്ന് ഇബ്നു അബ്ദുൽ ബർ പറയുകയാണ്. ഇനി പറയട്ടെ, ഇബ്നു അസാക്കിർ തങ്ങൾ താരീഖ് ദിമഷ്കിൽ കാണാം, കാന ഇമാമൻ നാസി ഇൻദനാ ബഅദ ഉമർ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ തങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളാണ്. അത് താരീഖ് ദിമഷ്കിന്റെ 31-ാമത്തെ വോള്യം 165-ാമത്തെ പേജിൽ കാണാം. ഇമാമുന നവവി തങ്ങൾ പറയട്ടെ, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ 1-ാമത്തെ വോള്യം 262, വകാന ശദീദൽ ഇത്തിബാഇ ലിആസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ റസൂലുള്ളാഹിന്റെ ആസാറുകളോട് മുത്തുനബി നടന്ന സ്ഥലത്ത് പോയിട്ട് നടക്കുക, മുത്തുനബി ഇരുന്നിടത്ത് ഇരിക്കുക, മുത്തുനബി നിസ്കരിച്ച സ്ഥലത്ത് പോയി നിസ്കരിക്കുക, അത് അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളുടെ കഠിനമായ ഇത്തിബാ ആയിരുന്നു. വമനാഖിബുഹു കസീറത്തുൻ മശ്ഹൂറത്തുൻ ബൽ ഖല്ല നളീറുഹു ഫിൽ മുതാബഅത്തി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ഷൈഇൻ മിനൽ അഖ്വാലി വൽ അഫ്ആലി വഫി സഹാദത്തി ഫി ദുനിയ വമഖാസിദിഹാ വതതല്ലുഇ ഇല റിയാസത്തി വഗൈരിഹാ. അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളെ പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന ഒരു സ്വഹാബിയുമില്ല. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാമുൻ നവവി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കളെ ജൂതന്മാരോട് തുലനപ്പെടുത്തുന്ന ഇതെന്ത് മുസ്ലിമീങ്ങളായി ഇവർ? അതുകൊണ്ട് ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം എന്നാണോ അയാൾക്ക് വേറെ വല്ല പേര് വെക്കണോ എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീരുമാനിക്കുക. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഇബ്നു തൈമിയ്യ സ്വഹാബാക്കളെ കുറിച്ച് പറയുന്ന ഓരോ വാദങ്ങളും ലോക മുസ്ലിമീങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ ഇബ്നു തൈമിയ്യയെ പേറി നടക്കുന്ന, ഈ ഇബ്നു തൈമിയ്യ പ്രാമാണികനായ ഇമാമാക്കി ചിത്രീകരിക്കുന്ന വഹാബികളുടെ അവസ്ഥയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.